ഹലോ എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇമോഷണലി സ്ട്രഗിൾ ചെയ്യുന്നവരാവും നിങ്ങളിൽ കൂടുതൽ പേരും. അതുകൊണ്ട് തന്നെ പല ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടും റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇൻട്രസ്റ്റിങ്ങും ഒരേ സമയം പവർഫുള്ളുമായിട്ടുള്ള ഒരു ആൻഷ്യൻ ഹീലിംഗ് ടെക്നിക്കിനെ കുറിച്ചാണ്. അതാണ് ഹോപ്പോണോപോണോ ടെക്നിക്. ഇതൊരു ഹവായൻ ഹീലിംഗ് ടെക്നിക്കാണ്. ഡോക്ടർ ഹ്യൂലൻ ആണ് ഈ ടെക്നിക്ക് നമ്മൾക്ക് മുന്നിൽ എത്തിച്ചത്. അദ്ദേഹം ഈ ടെക്നിക്ക് ഉപയോഗിച്ച് ഒരുപാട് പേരെ ഹീൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു ഹവായിയിലെ മെന്റൽ ഹോസ്പിറ്റലിലെ പേഷ്യൻസിനെ മൊത്തം ഫുള്ളി ക്യൂറാക്കി നോർമൽ ലൈഫിലോട്ട് കൊണ്ടുവന്നത് വലിയൊരു സ്റ്റോറിയാണ്. ആ സ്റ്റോറിയിലൂടെയാണ് ഈ ടെക്നിക്ക് പുറം ലോകം അറിഞ്ഞത്. സിമ്പിളായിട്ടുള്ള 4 കോമൺ സെൻറ്റൻസുകളാണ് ഈ ടെക്നിക്ക് എന്ന് പറയുന്നത്. അതായത് ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഈ 4 സെൻറ്റൻസുകൾ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഇതിന് നമ്മളുടെ ഉള്ളിൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. നമ്മളെ ഫുള്ളി ഹീൽ ചെയ്യാനുള്ള പവർ ഈ 4 സെൻറ്റൻസുകൾക്കുമുണ്ട്. ഈ 4 സെൻറ്റൻസുകൾ അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് ഫീല് നമ്മുടെ ഉള്ളിൽ നിറയുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇമോഷണലി സ്ട്രഗിൾ ചെയ്യുന്നവർ, അതേപോലെ നെഗറ്റീവ് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നവർ, നെഗറ്റീവ് ബിലീഫ് സിസ്റ്റം ഉള്ളവർ, ലിമിറ്റഡ് ബിലീഫ്സ്, ഫിയേഴ്സ്, ഡൗട്ട്സ് ഇതെല്ലാം ഉള്ളവർക്ക് ഇത് ഡെയിലി ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇതൊരു മിനിമം 5 മിനിറ്റെങ്കിലും ഡെയിലി ചെയ്യാൻ ശ്രമിക്കണം. ഇതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് കണ്ണടച്ച് വേണമെന്നുണ്ടെങ്കിൽ കണ്ണടച്ച് ഇരുന്നു കൊണ്ട് 4 സെൻറ്റൻസുകൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതിയാലാണ് നിങ്ങൾക്ക് അത് കൂടുതൽ എഫക്റ്റ് ആയിട്ട് തോന്നുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് പോസിറ്റീവ് ഫീൽ ക്രിയേറ്റ് ആവുന്നത് വരെ നിങ്ങൾക്ക് അത്രയും തവണ അത് റിപ്പീറ്റ് ചെയ്ത് എഴുതിക്കൊണ്ടേ ഇരിക്കാം. ഇതിലേത് രീതി നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് എത്രത്തോളം അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ട് അത് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്കത് എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ 4 സെൻറ്റൻസുകൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ സെൻറ്റൻസ് ആണ് ഐ ആം സോറി. ഈ ഐ ആം സോറി എന്ന് പറയുന്നത് നമ്മൾ നമ്മളോട് തന്നെയാണ് പറയുന്നത്. നമ്മൾ മറ്റുള്ളവരോട് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിലൊക്കെ സോറി പറയുന്ന പോലെ തന്നെ നമ്മൾ നമ്മളോട് സോറി പറയുന്നതാണ്. അതായത് ഈ നെഗറ്റീവ് ഇമോഷൻസ്, ഫീലിങ്സ്, തോട്ട്സ് ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ ബോഡി ഒരുപാട് സഫർ ആവുന്നുണ്ട്. ബോഡി മാത്രമല്ല മനസ്സും ഒരുപാട് സഫർ ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിനോടും മനസ്സിനോടും നമ്മൾ അതിന് സോറി പറയണം. നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കുന്നതിന്, സഫർ ചെയ്യിക്കുന്നതിന് എല്ലാത്തിനും നമ്മൾ സോറി പറയുന്നതാണ് ഐ ആം സോറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് പ്ലീസ് ഫോർഗിവ് മീ. നമ്മൾ ആദ്യം സോറി പറഞ്ഞു, അപ്പോൾ അവർ ക്ഷമിക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മനസ്സിനോടും ശരീരത്തിനോടും പറയുന്നതാണ് എന്നോട് ക്ഷമിക്കൂ എന്നുള്ള അർത്ഥത്തിൽ പ്ലീസ് ഫോർഗിവ് മീ. അടുത്തത് താങ്ക് യു. നമ്മളോട് ക്ഷമിച്ചതിന് മനസ്സിനോടും ശരീരത്തിനോടും നന്ദി പറയുന്നതാണ് ഈ താങ്ക് യു എന്ന വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഐ ലവ് യു. ഈ ഐ ലവ് യു എന്നുള്ള വേർഡ് നമ്മൾ മറ്റുള്ളവരോട് പറയാറുണ്ടെങ്കിലും നമ്മൾ സ്വയം എപ്പോഴെങ്കിലും പറയാറുണ്ടോ? അങ്ങനെ പറയുന്നവർ വളരെ ചുരുക്കമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അതിന് ഇതൊരു തുടക്കമാവട്ടെ. നമ്മൾ നമ്മളോട് തന്നെ, അതായത് നമ്മുടെ ശരീരത്തിനോടും മനസ്സിനോടും പറയുന്നതാണ് ഈ ഐ ലവ് യു എന്നുള്ള വേർഡ്. നമ്മളോട് തന്നെയാണ് പറയുന്നത്, കാരണം മറ്റുള്ളവരോടല്ല, നമ്മളോട് തന്നെ ഐ ലവ് യു പറയുകയാണ്. ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് സ്വയം പറയണം. ഈ 4 സെൻറ്റൻസുകൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ അർത്ഥങ്ങൾ മനസ്സിൽ വരണം. അപ്പോൾ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഡെയിലി ഇത് റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് പോസിറ്റീവ് ഫീൽ വരാനും അതേപോലെ പോസിറ്റീവ് ബിലീഫ് സിസ്റ്റം ക്രിയേറ്റ് ആവാനും തുടങ്ങും. ഇത് നമുക്ക് ഹീൽ ചെയ്യാൻ മാത്രമല്ല ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാനും ഉപയോഗിക്കാൻ സാധിക്കും. ഇത് ഹീൽ ചെയ്യാനാണെങ്കിലും ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാനാണെന്നുണ്ടെങ്കിലും ഇത് 1-2 ദിവസം ചെയ്ത് കഴിഞ്ഞ് നിർത്തി കഴിഞ്ഞാൽ ഇതിന് എഫക്റ്റ് ഉണ്ടാവില്ല. നമ്മൾ പഴയ ആ സ്റ്റേറ്റിലോട്ട് തന്നെ പോവും. അതിന് പകരം ഇത് ഡെയിലി നിങ്ങളുടെ ഒരു റുട്ടീനായിട്ട് അല്ലെങ്കിൽ ഒരു ഡെയിലി ഹാബിറ്റാക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങൾ വളരെ വലുതായിരിക്കും. അപ്പോൾ ഇത് ഉപയോഗിച്ച് എങ്ങനെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാം എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. അതുവരേക്കും ബായ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.